നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ സബ് ചെയ്യാം മറക്കരുതേ. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഇന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് ഓഫീസിനെ കുറിച്ചാണ്, അതായത് സെക്കൻഡ് ഇൻഫോ പാർക്ക് ജോബിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും ഫുൾ ആയി തന്നെ വാച്ച് ചെയ്യാം. എന്റെ സെക്കൻഡ് ജോബ് എന്ന് പറയുന്നത് ഇൻഫോ പാർക്ക് ഫേസ് 2 ട്രാൻസേഷ്യ ബിൽഡിങ്ങിനകത്താണ് എന്റെ സെക്കൻഡ് ജോബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് HH ബാക്ക് ഓഫീസ് സർവീസസ് ആണ്. അപ്പൊ ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന അവിടുത്തെ വാക്കൻസീസും കാര്യങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ്, ഫിനാൻസ്, അക്കൗണ്ട്സ്, AR ഈ ഒരു പോസ്റ്റിലോട്ടാണ് മെയിൻ ആയിട്ട് വാക്കൻസീസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ ഇവിടെ എടുക്കുന്നില്ല, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മെഡിക്കൽ ബില്ലിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ബില്ലിംഗ് എന്താണെന്ന് അറിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് പോയിട്ട് നോക്കിയതിന് ശേഷം വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ഹോളിഡേയ്സ് ആണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ, എന്നാലും നാട്ടിലത്തെ ഒരു ഹോളിഡേയ്സ് നമുക്ക് കിട്ടുന്നില്ല, അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റ് ടൈം വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് 1 to 10 ആയിരുന്നു, അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ നൈറ്റ് 10 മണി വരെയായിരുന്നു എന്റെ ഷിഫ്റ്റ് ടൈം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് AR വരിക, അക്കൗണ്ട്സിലെ ആൾക്കാർ വരിക, അതൊക്കെ ആ ഒരു ടൈമിങ്ങിലാണ് വരിക. അവർക്കൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ലീവ് വരുന്നത് നമുക്ക് ആഴ്ചയിൽ 5 ദിവസമാണ് വർക്കിംഗ് ആയിട്ട് വരുന്നത്. സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്, അതായത് ഹോളിഡേയ്സ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാസം നമുക്കൊരു ലീവ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സാധാരണ നമ്മളൊരു കമ്പനിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്താ പറയാ, പ്രൊബേഷൻ പീരീഡ് 6 months ആണ് വരുന്നത്. 1 year ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രിമെന്റ് കിട്ടും, അല്ലാതെ 6 മാസം കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ഇല്ല. 1 year കഴിഞ്ഞാലാണ് നമുക്ക് ഇൻക്രിമെന്റ് ഉള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരോ കമ്പനീനെ ബേസ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ അവിടെ മെഡിക്കൽ ബില്ലിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ മുന്നേ വർക്ക് ചെയ്തത് ഡൈനാമിഡിലാണ്. അവിടെ ഞാൻ UAE ക്ലെയിംസ് ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ US ക്ലെയിംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്കത് എക്സ്ട്രീംലി എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടാണ്. രണ്ട് ക്ലെയിമും 2 രീതിയാണ്, കാരണം രണ്ട് കൺട്രിയില്ല, അപ്പൊ രണ്ട് രീതിയിലാണ് വരുന്നത്. പക്ഷെ കുഴപ്പമൊന്നും പഠിച്ചെടുത്താൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മെഡിക്കൽ ബില്ലിങ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും ഈ വീഡിയോയില് മെഡിക്കൽ ബില്ലിംഗിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ജോബ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയാ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ മെയിൽ ID ആണ്, HR മെയിൽ ID കാണും. അപ്പൊ ഒരു HR മെയിൽ IDയിൽ എന്താ പറയാ മെയിൽ ചെയ്തിട്ടാ മതി നിങ്ങളുടെ CV കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോബ് സീക്കർ ആണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30% ഹൈക്കൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ആ ഹൈക്ക് ചോദിച്ച് വാങ്ങുക. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്, നമുക്ക് വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ഓഫീസ് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട്ലി ആണ്, പക്ഷെ അത്ര ഓവറൊന്നല്ല, പക്ഷെ അത്ര അലമ്പുമല്ല, നല്ലൊരു ഓഫീസാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് എന്റെ ഷിഫ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കൊരു കോമൺ ഏരിയ ഉണ്ട്, ആ കോമൺ ഏരിയയിൽ പിക്കപ്പ് ഉണ്ട് നമുക്ക്. അതുപോലെ ഡ്രോപ്പ് നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ് ഡ്രോപ്പ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത് തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്, കാക്കനാടായിരുന്നു എന്റെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഹോസ്റ്റലിന് തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് തരും, കാരണം നൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ നമ്മളെ എന്താ പറയാ വുമൻസ് തന്നെ ഗേൾസ് എന്ന് പറയുന്ന സമയത്ത് ഒരു അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് തരുന്ന അല്ലെങ്കിൽ കെയർ തരുന്ന ഓഫീസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ പറയുമ്പോ വലിയ വർക്ക് പ്രഷർ ഉണ്ടോ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, അധികം ഓവറായിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ പതുക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ. ഇതൊക്കെയാണ് എന്റെ ഒരു സെക്കൻഡ് ഓഫീസിലെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്റെ കമന്റ്സിലൂടെ അറിയിക്കാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. മെഡിക്കൽ ബില്ലിങ്ങിൽ എപ്പോഴും പറയുന്നുണ്ട്, ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ കോഡിങ്ങിൽ വാക്കൻസീസ് വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു കമ്പനിയിൽ കറക്റ്റ് കോഡിംഗ് അല്ല കോഡേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കോഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഈ വീഡിയോ കണ്ട ആരെങ്കിലും കോഡിങ്ങിലെ വാക്കൻസി ഉണ്ടോ ചോദിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് പ്രോസസ്സ് വരുന്നത്, കറക്റ്റ് കോഡിംഗ് തന്നെയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോ പാർക്ക് ഫേസ് 2-നകത്ത് ട്രാൻസേഷ്യ ബിൽഡിങ്ങിനകത്താണ് ഈ ഒരു ഓഫീസ് വരുന്നത്. ഞാൻ വീണ്ടും പറയണ ഓഫീസിന്റെ പേര് HH ബാക്ക് ഓഫീസ് ആണ്. അപ്പൊ പേര് കേട്ട ആരും അധികം ഒരു ഗുമ്മില്ലാത്ത പേരല്ലേ, അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട, നല്ല ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് ഓഫീസ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എന്താ പറയാ, അങ്ങനെ വീട്ടിൽ പറഞ്ഞു ഇതാണ് കമ്പനിയുടെ പേര് പറഞ്ഞപ്പോ എന്നോട് വീട്ടിൽ പറഞ്ഞ ഒരു ടൈപ്പ് കമ്പനി തോന്നുന്നുണ്ടല്ലോ, പേരൊക്കെ കണ്ടാൽ മതി, നോക്കി നോക്കുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിന് തെറ്റിദ്ധരിക്കണ്ട, ചിലപ്പോ ഇങ്ങനെ കാണുമ്പോ ബാക്ക് ഓഫീസ് എന്നൊക്കെ പറയുമ്പോ എന്തപ്പോ ഇതെന്നൊക്കെ തോന്നൂലേ. അപ്പൊ എന്താ പറയാ, തെറ്റിദ്ധരിക്കുന്നു വേണ്ട, നല്ല ഓഫീസാണ്. ഇൻഫോ പാർക്കിൽ തന്നെയുള്ള ഒരു ഓഫീസാണ്. അപ്പൊ നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബില്ലിങ്ങിൽ ഞാൻ ഉറപ്പ് തരാം, നല്ല കുഴപ്പമില്ലാത്തൊരു ഓഫീസാണ്. എന്താ പറയാ, വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനി നോക്കാം. ഇൻഫോ പാർക്ക് ഇനിയും കമ്പനീസ് ഉണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാലോ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു സെക്കൻഡ് കമ്പനീനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, 1 hours ആണ് ബ്രേക്ക് ടൈം വരുന്നത് കേട്ടോ. നമുക്ക് അവിടെ നമുക്ക് എന്താ പറയാ, എല്ലാ കമ്പനീസിലുള്ള പോലെ തന്നെ എന്താണ് 8 hours ആണ് വർക്കിംഗ് ടൈം. അതിൽ 1 hour ആണ് നമുക്ക് എന്താ പറയുന്നത് ബ്രേക്ക് ടൈമും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അതൊക്കെ നോർമൽ എല്ലാ കമ്പനീസിലുള്ള കാരണം ഞാൻ അധികം ഒന്നും പറയാത്തത്. മെയിൻ ആയിട്ട് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെസിഗ്നേഷൻ കാര്യങ്ങളും പറഞ്ഞ AR, മെഡിക്കൽ ബില്ലിങ്, അതുപോലെ തന്നെ ഫിനാൻസ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ്. അപ്പോ എന്താ പറയാ, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ വീണ്ടും പറയണേ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മെഡിക്കൽ ബില്ലിങ്ങിലോ ARലോ ഫിനാൻസിലോ നിങ്ങൾക്ക് ജോബ് വേണമെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തോ. വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ എന്റെ സെക്കൻഡ് എന്താ പറയാ ഇൻഫോ പാർക്കിലെ ജോബിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, ആ ഒരു ജോബിനെ കുറിച്ചല്ല, ഓഫീസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ബൈ.